അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ മോൾഡോവയിലും തുടങ്ങാം. മോൾഡോവയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മിയ സാന്തോ എന്ന് പറഞ്ഞ ലേഡിയാണ് ഇപ്പോൾ നിലവിലത്തെ പ്രസിഡന്റ്. അപ്പോൾ അവർ തന്നെ വിജയിക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആഗ്രഹം. കാരണം അവരല്ലാതെ മറ്റുള്ള കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ റഷ്യൻ ചാരന്മാരെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പ് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പല നിലപാടുകളും ഡെമോക്രസി അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്ന യൂറോപ്യൻസ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ആ സെയിം ഡേ മോർണിംഗിലാണ് 2 സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുകയാണ്. ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെമോക്രസി എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ആരോപിക്കുന്നത് റഷ്യൻ ഫണ്ട് ഇവർ കൈപ്പറ്റി എന്നുള്ള ആ തെളിവുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു ഡൗട്ട്, ഈ റഷ്യൻ ഫണ്ട് ഈ മോൾഡോവയിൽ മാത്രമല്ല അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിലും ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യൂറോപ്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഒട്ടാകെ നിന്ന് സപ്പോർട്ട് ചെയ്യും. അതായത് യൂറോപ്യൻ യൂണിയനെ അനുകൂലിച്ച് നിൽക്കുന്ന ആൾക്കാർ വിജയിക്കാൻ വേണ്ടിയിട്ട്. കാരണം യൂറോപ്യൻ യൂണിയനിൽ അനുകൂലമല്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരൊരുപക്ഷെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പ് നിലപാട് യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുന്നത്. റഷ്യൻ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇലക്ഷനിൽ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആൾക്കാർ എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഇവർ ഓൾറെഡി തന്നെ റഷ്യയെ സ്വിഫ്റ്റിൽ നിന്നും ഒഴിവാക്കി. പിന്നെ എങ്ങനെയാണ് റഷ്യ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് ഇവർ കണ്ടെത്തിയെന്നും ഇവർ അതുകൊണ്ടാണ് റഷ്യൻ ഫണ്ട് ഇവർ കൈപ്പറ്റിയതായിട്ട് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നത്. അതായത് ഈ സ്വിഫ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ റഷ്യ ഏത് രീതിയിലാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത്? പക്ഷേ ഇങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം റഷ്യയുടെ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ഹോങ്കോങ്ങിലാണ്. ചൈനയുടെ ത്രൂ ആണ് ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത്. പിന്നെ ചൈനയാണ് റഷ്യയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ഏരിയകളിലുള്ള ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. മോൾഡോവയിൽ ഇത്തവണ പ്രോ റഷ്യൻ കാൻഡിഡേറ്റ് വിജയിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നത്. അതേ മിയ സാൻഡോയ്ക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ മുൻകൂട്ടി തന്നെ പറയുകയാണ്, റഷ്യൻ ചാരന്മാരായിട്ടുള്ള റഷ്യൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ ലെജിറ്റിമേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇത് റദ്ദാക്കും അത്രേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പണം മുടക്കി ഈ ഇലക്ഷൻ നടത്തുന്നത്? എന്നവർ നടത്താതിരുന്നൂടെ? അതായത് ഇവർ തന്നെയാണ് വിജയിക്കേണ്ടതെന്ന് ഇവർ മുൻകൂട്ടി തന്നെ വിചാരിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഇവരാണ് വിജയി എന്നുള്ളത് ഇവർ ഓൾറെഡി കരുതിക്കൂട്ടിയിരിക്കുകയാണ്. മറ്റാരും ഓപ്പോസിറ്റിൽ നിന്ന് വിജയിച്ചാലും ഇവരത് അംഗീകരിക്കില്ല, ഇലക്ഷൻ റദ്ദാക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ഷൻ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. എന്തായാലും മിയ സാൻഡോ കൊള്ളാം. കാജ കലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയൊക്കെ ഘോര പ്രസംഗിക്കാറുണ്ട്. മറ്റെന്ത് പ്രശ്നം വന്നാലും ഉടനെ പ്രസംഗിക്കും. ഇപ്പം ഇറാന് മേളിൽ സാങ്ഷൻസ് ഇടാൻ വേണ്ടിയിട്ട് അവർ ഇതേപോലെ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ മേളിൽ നല്ല രീതിയിലുള്ള സാങ്ഷൻസ് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് ത്രൂ ആണ് സാങ്ഷൻസ് ഏർപ്പാടാക്കിയത്. കഴിഞ്ഞ തവണ ഇറാന്റെ മേളിലുള്ള സാങ്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷൻ കൊണ്ടുവന്ന സമയത്ത് വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും അതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ റഷ്യയും ചൈനയും മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യയെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ആ ഒരു പേരിൽ അവരെ മാറ്റി നിർത്തുകയും വീറ്റോ ചൈനയുടെ റെപ്രസെൻറ്റേറ്റീവ് അന്ന് ആബ്സെന്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പീനിയൻ തേടാൻ ഇവർ നിന്നില്ല. ഇറാന്റെ മേളിലുള്ള സാങ്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, IAEA സഹകരിക്കാത്തതുകൊണ്ടാണ്. IAEA സഹകരിക്കാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ ഓൾറെഡി തന്നെ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഇറാൻ അവിടെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് വർക്കുകൾ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതായിട്ടാണ് പല സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വരുന്നത്. അതായത് ഇറാൻ അവിടെ റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അവരുടെ സെൻട്രിഫ്യൂജ് യൂണിറ്റുകളൊക്കെ അവർ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിതിൻ 2 years അവർ ആണവായുധത്തിലേക്ക് പോകും. പക്ഷേ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞു വെച്ചത് ഞങ്ങൾക്ക് ആണവായുധം ഉൽപ്പാദിപ്പിക്കാനുള്ള ലക്ഷ്യമില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഇറാൻ അതിലേക്ക് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവർക്ക് ആണവായുധത്തിലാണ് അവരുടെ സുരക്ഷ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യുന്നതോടുകൂടി പൂർണ്ണമായിട്ടുള്ള അവരുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിൽ ഇലക്ഷനിൽ നടക്കുന്ന അട്ടിമറിയെ സാധൂകരിക്കുന്ന രീതിയിൽ പാവേൽ ദ്രോ എന്ന് പറയുന്നത് ടെലഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷന്റെ ഓണറാണ് കേട്ടോ. ടെലഗ്രാം എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ആപ്പാണ്. അപ്പോൾ ഈ ടെലഗ്രാമിന്റെ ഓണറായിട്ടുള്ള പാവേൽ ദ്രോയെ യൂറോപ്പിൽ ഫ്രാൻസിൽ പുള്ളി ലാൻഡ് ചെയ്ത സമയത്ത് 1 വർഷത്തിന് മുമ്പ് പുള്ളിയെ ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്തതാണ്. ആ സമയത്ത് ഇവർ ഈ യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽപ്പെട്ട രാജ്യങ്ങളിൽ റഷ്യൻ അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ ഈ ടെലഗ്രാം ത്രൂ വന്നിട്ടുണ്ട് എങ്കിൽ ആ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യണമെന്ന് ഫ്രാൻസിൽ പുള്ളി അറസ്റ്റിലായിരുന്ന സമയത്ത് ആവശ്യപ്പെട്ടതായിട്ട് പുള്ളി ഇപ്പോൾ വിളിച്ച് പറയുന്നുണ്ട്. അതായത് എത്രമാത്രം ഒരു ഡെമോക്രസിയെ അടിച്ചമർത്തിക്കൊണ്ട് ജനങ്ങളുടെ ആ ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ. ഇവരാണ് മറ്റുള്ള രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ ഡെമോക്രസി ഇല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോര പ്രസംഗം നടത്തുന്ന ആൾക്കാരാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ. അവരുടെ
ഇരട്ടത്താപ്പാണ് ഇപ്പം ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഉക്രൈൻ്റെ വാർ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഉക്രൈൻ്റെ വാർ അപ്ഡേറ്റ്സിലേക്ക് കഴിഞ്ഞ 10-15 ദിവസങ്ങളായിട്ട് ഉക്രൈൻ ആഞ്ഞ് റഷ്യയെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. കുറേ ഓയിൽ റിഫൈനറികളൊക്കെ അറ്റാക്ക് ചെയ്ത് റഷ്യക്കുള്ളിൽ ഓയിൽ ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ റഷ്യ അറഞ്ചം പുറഞ്ചം വിളയാടിയിരിക്കുകയാണ്. സംഭവം ചില 500 ഡ്രോണ്, 50-ലേറെ മിസൈലുകൾ, 55 കിൻസാൽ മിസൈൽസ്, 8 കാലിബർ മിസൈൽസ്, പിന്നെ KH-59 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട മിസൈൽസ്. ഇങ്ങനെ തുരുതരാ അറ്റാക്ക്. ഉക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവിൻ്റെ ആ ഒരു ഇമേജാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അറഞ്ചം പുറഞ്ഞം വിളയാടിയിരിക്കുകയാണ് റഷ്യ. അത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് സെലൻസ്കി പറയുന്നുണ്ട്. 4 സിവിലിയൻസ് കൊല്ലപ്പെട്ടു, ഒരെണ്ണം 12-നും 13 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കൊച്ചുകുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും മാസീവായിട്ടുള്ള ആക്രമണത്തിൽ 4 പേര് മാത്രമാണോ കൊല്ലപ്പെട്ടത്? ഒരു സോൾജർ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഈ പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് റഷ്യ 1000-കണക്കിന് 1500 കണക്കിന് ഉക്രൈൻ്റെ സോൾജേഴ്സിനെ കൊടുക്കുമ്പോൾ ഉക്രൈൻ വെറും 20, 23, 25 എന്നുള്ള നിലയിലാണ് റഷ്യൻ്റെ സോൾജേഴ്സിനെ കൈമാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇതുവരെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ റഷ്യ വെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഉക്രൈന് വേണമെങ്കിൽ ആ 4 സ്ഥലങ്ങളും കൂടി, ആ 4 പ്രൊവിൻസും കൂടി പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ, ലെറ്റ് ദം ട്രൈ എന്നൊക്കെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ട്രംപിന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥിരതയില്ലാത്ത നിലപാടാണ് ട്രംപിനുള്ളത്. അതിന് നിലപാടെന്നല്ല പറയേണ്ടത്, ഒരു സ്ഥിരതയില്ലായ്മ. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. ആ രീതിയിൽ മാറ്റി മറിച്ച് സംസാരിക്കുകയാണ്. യുദ്ധം, അമേരിക്കയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് അമേരിക്ക ഞങ്ങളാണ് ഇനി ലോകത്ത് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ഡോളർ ഡിപ്ലോമസിയൊക്കെ. അങ്ങനെ മുന്നോട്ട് വന്ന രാജ്യത്തിന് ഇന്ന് ഒരു രീതിയിലുള്ള പവറും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം അമേരിക്ക പറഞ്ഞാൽ യൂറോപ്പ് കേൾക്കുന്നില്ല, ഉക്രൈൻ കേൾക്കുന്നില്ല, എന്തിനു വേദം ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും അമേരിക്കയെ വകവെക്കുന്നില്ല, പാകിസ്ഥാൻ പോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ആ രീതിയിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ. ഇപ്പൊ ഡോളറിനെ വരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകും. ഇന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, ഒക്ടോബർ 1-ാം തീയതി നടപ്പിലാവാനിരിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് തിങ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് മാത്രമല്ല മരുന്ന് കച്ചവടം ചെയ്യുന്നത്, വേറെയും ഒരുപാട് രാജ്യങ്ങൾക്ക് ജനറിക് മെഡിസിൻസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മെഡിസിൻ കമ്പനികൾ ഈ ജനറിക് മെഡിസിൻ വാങ്ങിച്ചിട്ട് അവർ റീപാക്ക് ചെയ്ത് അവരുടെ ബ്രാൻഡ് നെയിമിൽ അത് അമേരിക്കയിൽ ഉള്ളിലേക്ക് വീണ്ടും അവർ വിൽക്കുന്നുണ്ട്. അയർലാൻഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഗ്ലോബലി തന്നെ പല കമ്പനികൾ, യൂറോപ്പ് മേഖലയിലും ഇങ്ങനെ പല കമ്പനികളും ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ജനറിക് മെഡിസിൻ മേടിച്ചിട്ട് അവരുടെ ബ്രാൻഡിൽ വിൽക്കുന്ന കമ്പനികൾ. അപ്പോൾ ആ കമ്പനികളെയൊക്കെ തെരഞ്ഞു പിടിച്ച് ലിസ്റ്റ് ചെയ്ത് ഇന്ത്യയുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ജനറിക് മെഡിസിൻസ് ഒക്കെ അമേരിക്കയുടെ ഉള്ളിലേക്ക് തന്നെ അയച്ചു തരൂ. അങ്ങനെ ജനറിക് മെഡിസിൻസിനൊക്കെ താരിഫ് ഇല്ലാത്തൊരവസ്ഥയും പോകുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പോകുന്ന ജനറിക് മെഡിസിൻസിന് ഒന്നും തന്നെ താരിഫ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ അമേരിക്കയുമായിട്ട് ഇന്ത്യ ഒരു അഡീഷണൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ UN സൈഡ് ലൈനിൽ വെച്ച് നടത്തിയ ബ്രിക്സ് മീറ്റിംഗിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ബ്രിക്സ് മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഡെവലപ്മെന്റ് വേറെ ഒന്നുമില്ല, ഒരു പരിധി വരെ ഡോളറിനെതിരെ തന്നെയാണ് നീക്കങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഏത് രീതിയിൽ ഈ ഡോളറിനെതിരെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ചൈന എടുത്തിരുന്ന അതേ നിലപാട് തന്നെയാണ്. പക്ഷേ അതിപ്പോൾ ഇന്ത്യ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ അതാത് രാജ്യങ്ങളുടെ കറൻസി വെച്ചിട്ട് ട്രേഡ് നടത്താം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ നടത്തും? സ്വർണ്ണമായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് നടത്താം എന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോണ്ട് വിൽക്കുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് ബോണ്ട് വിൽക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 500 മില്യൺ അല്ലെങ്കിൽ ഒരു 400 മില്യൺ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 50 മില്യൻ്റെ ബോണ്ട് ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഒരു രാജ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവരുടെ കറൻസി വഴി തന്നെ പർച്ചേസ് ചെയ്യാം. പക്ഷേ അതേസമയം പിന്നീടുള്ള വിലപേശലുകളെല്ലാം തന്നെ ഈ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഈ ബോണ്ട് ഇന്ത്യൻ റുപ്പിയിലാണ്. പിന്നീട് ഈ ബോണ്ട് വഴി ഈ ബോണ്ടിന്റെ ട്രാൻസാക്ഷൻ വഴി ആ രാജ്യവുമായിട്ട് ട്രേഡ് നടത്താം. അതായത് ചൈന ഓൾറെഡി അവലംബിച്ചിരിക്കുന്ന രീതിയാണിത്. അതേ സെയിം രീതി ഫോളോ ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യയും ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഇന്ത്യ ഏതാണ്ട് 400 മുതൽ 500 മില്യന്റെ ബോണ്ട് വിറ്റിരിക്കുകയാണ്. ഇന്ത്യക്കുള്ള കടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു അക്കൗണ്ടബിലിറ്റി വരിക. അതേസമയം ഇത് ട്രേഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് പല ക്യാപിറ്റൽ എക്കോണമി ഹാൻഡിൽ ചെയ്യുന്ന രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു പോളിസി തന്നെയാണ്. ഇത് പുതിയൊരു പോളിസി അല്ല. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടതൊന്നുമില്ല. മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുക. അമേരിക്ക തായ്വാൻ വിഷയത്തിൽ കുറച്ച് മെല്ലെപ്പോക്ക് തുടരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ചൈനയുമായിട്ടുള്ള നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ശരിക്കും തായ്വാൻ കാർഡ് അതേപോലെ തന്നെ ടിബറ്റ് കാർഡ്, ഈ 2 കാർഡുകളും അമേരിക്ക ഇനിയുള്ള ഒരു 2-3 വർഷത്തേക്ക് ഇത് ഉപയോഗിക്കില്ല എന്നുള്ളൊരു
വാഗ്ദാനം ട്രംപിന്റെ സൈഡിൽ നിന്നും ചൈനയ്ക്ക് നൽകിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ നിന്നും പല ഡീലുകളും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ റെയർ എർത്ത് എലമെന്റ്സിന്റെ സപ്ലൈ, അതുപോലെ തന്നെ ടിക്ടോക്ക് ഡീല്, ഇങ്ങനെ ചില നിർണായകമായിട്ടുള്ള ഡീല് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തായ്വാൻ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഇടപെടേണ്ട എന്നുള്ള തീരുമാനം എടുത്തതായിട്ടുള്ള വാർത്തയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് കാരണം ഇറാനെ അവർ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. IAEA കാര്യം പറഞ്ഞ് ഇറാനെ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഇറാന്റെ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ IAEA വിഷയം വന്നിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ സംവിധാനം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ആരുടെ ആഗ്രഹമാണ്? അത് നെതന്യാഹു, ഇസ്രായേലിന്റെ ആഗ്രഹമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ അജണ്ട ഇറാന്റെ മേളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറാന്റെ മേളിൽ ഈ ഒരു സാങ്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് റിയാലിറ്റി. പക്ഷേ അതേസമയം ബെഞ്ചമിൻ നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിൽ സംസാരിക്കാൻ പോയ സമയത്ത്, ആ സ്പീച്ച് കൊടുത്തിരുന്ന സമയത്ത് ഇതേ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളാണ് വാക്കൗട്ട് ചെയ്തത്. അവിടെ ഒരു കോൺട്രാഡിക്ടറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പുകളാണ് വെസ്റ്റേൺ രാജ്യങ്ങൾക്കുള്ളത്. ഉടനീളം അവരിങ്ങനെയാണ്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഇറാന്റെ മേളിൽ സാങ്ഷൻസ് കൊണ്ടുവരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് പിന്നെ നെതന്യാഹു സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകണം? അമേരിക്ക ഇസ്രായേലിന്റെ മേളിൽ കടുത്ത സമ്മർദ്ദം ഇടുന്നത് പോലെയുള്ള അഭിനയം തുടരുകയാണ്. സൗദി അറേബ്യ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്, ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും അറബ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയും അമേരിക്കയും ഒരുമിച്ചാണ് ഇന്ത്യക്ക് മേളിൽ 25% പ്യൂണിറ്റീവ് താരിഫ് കൊണ്ടുവന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. യു എസ് പ്രഷർ ഇടുന്നത് പോലെ ഇസ്രായേലിന്റെ മേളിൽ പ്രഷർ ഇട്ട് വെസ്റ്റ് ബാങ്കിനെ അനക്സ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നത് പോലെയുള്ള അഭിനയം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഇന്നലെ തകൃതിയായിട്ടുള്ള ആക്രമണം വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ, മാസീവായിട്ടുള്ള ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ. അത് കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിലുള്ള ആക്രമണങ്ങൾ, ഗാസയ്ക്കുള്ളിൽ 88 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത ഇന്നലത്തെ ആക്രമണത്തിൽ. അതുപോലെ തന്നെ യമന്റെ ഉള്ളിലേക്ക് ആക്രമണം. യമന്റെ ഉള്ളിൽ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ് ഇസ്രായേൽ ഇന്നലെ അടിച്ചു വീഴ്ത്തിയത്. അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇതുവരെ വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഇസ്രായേൽ തകൃതിയായിട്ട് അവരുടെ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞിട്ട് നെതന്യാഹു വീട്ടിനുള്ളിൽ ഒന്നും ഇരിപ്പില്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ എവിടെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് പരാജയപ്പെടുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സാഹചര്യത്തിലാണ് സ്പാനിഷ് ബോട്ടുകൾ, സ്പെയിനിൽ നിന്നും കുറേ ബോട്ടുകൾ ഇങ്ങനെ ഗാസയിലേക്ക് ചാരിറ്റി സാധനങ്ങളുമായിട്ട് വരികയാണ്, എയ്ഡുകളുമായിട്ട്. അതിപ്പോൾ ഇന്ന് ഇസ്രായേലിന്റെ അടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇസ്രായേൽ ഇതിനെ കൗണ്ടർ ചെയ്യുമോ, തടഞ്ഞു നിർത്തുമോ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും ഹാർട്ട് ബീറ്റ് മൊമെന്റിലാണ് അവിടെ ഇസ്രായേലിന്റെ ഉള്ളിൽ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് ഇപ്പോൾ ഇതാണ് അവസ്ഥ. നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചെന്നുള്ളത്. അതായത് ഇസ്രായേൽ ഇവരെ പെർമിറ്റ് ചെയ്തോ, ഇവർ ഗാസയിൽ എത്തിപ്പെട്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറെ യമനി സോൾജേഴ്സിനെ റെഡിയാക്കിയിട്ട് അവരെല്ലാം ഈജിപ്തിലൂടെ കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വിടാം എന്നുള്ള ഒരു പദ്ധതി ഇറാൻ, തുർക്കി ഈ രീതിയിലുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെ ചേർന്ന് ഇങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പൊ അവരെ രഹസ്യമായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടാം, അതായത് ഗാസയ്ക്കുള്ളിലേക്ക് കയറ്റി വിടാം എന്നാണ് തീരുമാനം. കാരണം ഇവിടെ ഗാസയ്ക്കുള്ളിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ ആൾക്കാരില്ല. പക്ഷേ ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ യമന്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റിൽ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 73 കിലോമീറ്റർ യമനിൽ നിന്നും ആ ഒരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഐലൻഡ് ഉള്ളത്. ആ ഐലൻഡിൽ UAEക്ക് വലിയ രീതിയിലുള്ള ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ ഇസ്രായേലാണ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റഡാർ സംവിധാനം UAEക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഇങ്ങനത്തെ വിവരങ്ങൾ ചോർന്ന് കിട്ടിയതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കൂ എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, UAE, ഇസ്രായേൽ, ഇന്ത്യ ഇതെല്ലാം വേറെ ഒരു സെക്ടാണ്. അതുപോലെ സൗദി അറേബ്യ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഖത്തർ, തുർക്കി, ഇറാൻ ഇവരെല്ലാം വേറൊരു സെറ്റാണ്. അവരെല്ലാം കൂടി ഗാസ, പാലസ്തീൻ ആ സൈഡിലുള്ള ആ സെറ്റ്, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആ ടീമുകളാണ്. അപ്പോൾ ഇതാണ് രണ്ട് ചേരികൾ, മനസ്സിലായോ? ഇതിനകത്ത് UAEക്കും സൗദി അറേബ്യയ്ക്കും ഇടയിൽ ചെറിയ രീതിയിലുള്ള ഒരു കോൾഡ് വാർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതെല്ലാം വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ സിറിയയ്ക്കുള്ളിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഈ അമേരിക്കയുടെ ബേസിൽ നിന്നും സിറിയയ്ക്കുള്ളിൽ ഒരു ടെറർ ക്യാമ്പിൽ മാസീവായിട്ടുള്ള ഓപ്പറേഷൻ, അതായത് ആക്രമണം തന്നെയാണ്, തീവ്രവാദികളെ സെർച്ച് ചെയ്തുകൊണ്ട് മാസീവായിട്ടുള്ള ഓപ്പറേഷനാണ് അമേരിക്ക നടപ്പിലാക്കിയത്. ഇതിന് ഇസ്രായേലാണ് ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തത്. ഇവിടുന്ന് ആയുധക്കടത്ത് നടത്തുന്നുണ്ട്, ഇവിടെ തീവ്രവാദികൾ പതിയിരിപ്പുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഇസ്രായേലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പം അമേരിക്ക ഞങ്ങളത് നടപ്പിലാക്കിക്കോളാം എന്നുള്ള രീതിയിൽ അമേരിക്ക അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇസ്രായേലുമായിട്ട് സിറിയയിലെ HTS ഗവൺമെന്റ് ഒരു സെക്യൂരിറ്റി ഡീല് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഈ രീതിയിലേക്ക് ഒരു ഓപ്പറേഷനിലേക്ക് വിടണ്ട എന്നുള്ള തീരുമാനത്തിന്റെ പുറകിലാണ് അമേരിക്ക ഈ ഒരു ഓപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നത്. അതുപോലെ അവസാനം UK കീർ സ്റ്റാർമറിന്റെ ജനപിന്തുണ, പോപ്പുലാരിറ്റി ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് ഐഡന്റിറ്റി കാർഡ്, ഇതേപോലത്തെ പല കാര്യങ്ങളിലും പുള്ളിക്കാരന് ഒരു രീതിയിലുള്ള ആൻസറും ഇല്ല. ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റാർമർ,
ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റാർമറിനെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്റ്റാർമറിന്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. ഒരുവിധം നമ്മൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.